അല്ല, ഞങ്ങൾ ഈ വിവരം DCCയിൽ നിന്ന് അറിഞ്ഞിരുന്നു. ഒരു 10 ദിവസം മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ ചെയ്ത വീഡിയോ, ട്രിവാൻഡ്രത്ത് നിന്ന് i2i ന്യൂസ് ചെയ്ത വീഡിയോ ഏകദേശം 1.5 ലക്ഷം ആളുകളാണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ അസംതൃപ്തനാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാത്തൊരു പുതിയ തലമുറ ഉണ്ടല്ലോ. അപ്പം പല ആളുകളും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്നു വളരെ സൂക്ഷിക്കണമെന്ന്. മാഡത്തിനെ അപായപ്പെടുത്തി മാഡം ആത്മഹത്യ ചെയ്തു എന്ന് വരെ വരുത്തി തീർക്കാനുണ്ട്. അതുകൊണ്ട് ട്രെയിൻ യാത്രകളൊക്കെ ഒഴിവാക്കണം. മാഡം ചിലപ്പോൾ ട്രെയിനിൽ നിന്ന് ചാടി ചത്തു എന്ന് വരെ പറഞ്ഞു വരുത്തും, ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഭീഷണികളുണ്ട്. ഒരുപാട് 10 ദിവസം മുമ്പ് ശ്രീ VD സതീശൻ്റെ അനിയൻ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കാരണം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്ന സ്വപ്നം പൊലിഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. രാജേന്ദ്ര പ്രസാദിനെ തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാഡത്തിനെയും മാഡത്തിൻ്റെ മോനെയും, എൻ്റെ മോൻ ഓൾറെഡി 2 സ്കൂട്ടർ അപകടങ്ങളും 2 വാഹനാപകടങ്ങളും ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ മോനോട് പറഞ്ഞത്, മോനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഈ കൊട്ടേഷൻ ടീം പറഞ്ഞത് അമ്മയോട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണമെന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസം മരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് എന്നെ സെപ്റ്റംബർ 1 തന്നെ പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് ഭയമുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്കുൾപ്പെടെ. ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഇതൊരു വാർണിംഗ് ആണ്, ഇതൊരു സൂചനയാണ്. ഈ രാജേന്ദ്ര പ്രസാദിന് സംഭവിച്ചത് നാളെ എനിക്കും സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.